നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതാണ് നിങ്ങൾ എന്ന ചൊല്ല് ഭക്ഷണത്തിന് മനുഷ്യജീവിതത്തിലുള്ള പ്രാധാന്യത്തെ എടുത്തുകാട്ടുന്ന ഒന്നാണ്. അതിനാൽ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ശുദ്ധിയെക്കുറിച്ച് നാം ഏറെ ബോധവാന്മാരുമാണ്. മായം കലരാത്ത ജൈവോൽപ്പന്നങ്ങൾക്ക് പ്രിയം വർദ്ധിക്കുന്ന കാലം കൂടിയാണിത്. അപ്പോഴും ദൈനംദിന ഭക്ഷണത്തിന്റെ അവിഭാജ്യ ഘടകമായ പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും പരിശുദ്ധിയെക്കുറിച്ച് മലയാളികൾ അത്രയൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് സത്യം. ഇവിടെയാണ് തദ്ദേശീയരായ ക്ഷീര കർഷകരിൽ നിന്ന് ഗുണനിലവാര പരിശോധന നടത്തി പാൽ സംഭരിച്ച് വിപണനവും മൂല്യവർദ്ധനയും നടത്തുന്ന ക്ഷീര വ്യവസായ സഹകരണ സംഘങ്ങളുടെ വിശ്വസ്തയും പ്രസക്തിയും. ഞങ്ങൾ പ്രധാനമായും ഈ ഡയറി കൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ സംഭരിച്ച് അവർക്ക് മതിയായ വില നൽകുക. രണ്ടെന്ന് പറയുന്നത് ഈ പാൽ ഉപയോഗിച്ച് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൺസ്യൂമറിന് നൽകുക. ഇത് രണ്ടുമാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. നമുക്ക് ഈ മാനേജ്മെൻറ്റ് മികവിന് ISO അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ തയ്യാർ ചെയ്ത് നൽകുന്നതിന് HACCPയുടെ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രധാനമായി ഈ സംഭരിക്കുന്ന പാൽ മാർക്കറ്റ് ചെയ്യുന്നത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ്. കൂടുതൽ ഔട്ട്ലെറ്റുകൾ ഞങ്ങൾ തുടങ്ങുകയും അതിലൂടെ ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുകയും കർഷകർക്ക് മതിയായ വില നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുന്നു. പുതുതായി നമ്മൾ തിരുവനന്തപുരം സിറ്റിയിൽ താമസിയാതെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 1972 രജിസ്റ്റർ ചെയ്ത ഒരു പ്രാഥമിക ക്ഷീര വ്യവസായ സഹകരണ സംഘമാണ് മിൽക്കോ. ചിറയൻകീഴ്, വക്കം, കടയ്ക്കാവൂർ പഞ്ചായത്തുകളിലെ 7 വാർഡുകളാണ് മിൽക്കോയുടെ പ്രവർത്തന പരിധി. നാനൂറിൽ പരം പാലുൽപാദക അംഗങ്ങളാണ് ഇവർക്കുള്ളത്. പ്രതിദിനം 5000 ലിറ്ററോളം പാൽ പ്രാദേശികമായി സംഭരിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട് ഇവിടെ. പ്രാദേശിക വിൽപ്പന കഴിഞ്ഞുള്ള പാൽ മിൽക്കോ സംസ്കരണശാലയിൽ എത്തിക്കുന്നു. മേൽക്കടയ്ക്കാവൂർ ക്ഷീരസഹകരണ സംഘം മിൽക്കോ പ്രവർത്തനം ആരംഭിച്ചിട്ട് 44 വർഷം പിന്നിടുകയാണ്. തുടക്കത്തിൽ 25-ൽ പരം വ്യത്യസ്തമായ കുടുംബങ്ങളിൽ നിന്നുള്ള കർഷകരെ ഉൾപ്പെടുത്തി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ശ്രീ രാമൻ അവർകളായിരുന്നു ആദ്യകാല പ്രസിഡന്റ്. കർഷകരുടെ പാല് ഉൽപ്പാദനം വർദ്ധിക്കുകയും ഈ മുഴുവൻ പാലും സംഭരിച്ച് വിൽപ്പന നടത്താൻ പ്രാദേശികമായി വിൽപ്പന നടത്താൻ കഴിയാത്ത സ്ഥിതി വന്നപ്പോഴാണ് 2005 നമ്മൾ ഈ കവർ പാൽ രംഗത്തേക്ക് കടന്നത്. അത് കർഷകരുടെ മുഴുവൻ പാലും സംഭരിച്ച് വിൽക്കാൻ കഴിയാത്തൊരവസ്ഥയെ മുൻനിർത്തി അന്നത്തെ ഭരണസമിതി ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും 10000 ലിറ്ററോളം പാൽ കവർ പാൽ ഇവിടെ വിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കുകയും ചെയ്തു. അതോടുകൂടി കർഷകരുടെ പ്രധാന വിഷയമായ പാൽ വിൽക്കാൻ കഴിയാത്തൊരവസ്ഥ മാറിക്കിട്ടുകയും ചെയ്തു. 2005 കൂടി പാലിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഐസ്ക്രീം ഉൾപ്പെടെ ആ ഫാക്ടറി അല്ലെങ്കിൽ ആ കമ്പനി വിഭജിച്ച് ആലോചിക്കുകയും വിജയകരമായും ഒരു മായവും ചേർക്കാതെ ഐസ്ക്രീം ഈ ജില്ലയിലും ഈ കേരളത്തിൻ്റെ പല ജില്ലകളിലും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 125ഓളം പേര് നേരിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഈ ഐസ്ക്രീം ബ്രാൻഡും പാലും എല്ലാം ചേർത്ത്. അതിനുശേഷം നമ്മൾ ഈ കർഷകരുടെ ഉന്നമനം ലക്ഷ്യമാക്കി തന്നെയാണ് വയലിൽ നിന്നുകൊണ്ട് തന്നെയാണ് കർഷകരുടെ വീടുകളിൽ നിന്നും ചാണകം സംഭരിക്കുകയും ഗോമൂത്രം സംഭരിക്കുകയും ചെയ്തുകൊണ്ട് ജൈവ കൃഷി രംഗത്തേക്ക് ഒരു കുതിച്ചുചാട്ടം നമ്മൾ ഈ സ്ഥാപനം നടത്തിയത്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പച്ചക്കറി കഴിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ ഈ ചെറിയ സ്ഥാപനം കൊണ്ട് എന്തൊക്കെ ചെയ്യാമോ അതിനോടൊപ്പം തന്നെ കർഷകരുടെ വളർത്താനും വേണ്ടി ചാണകത്തിനും പാലിനും ഗോമൂത്രത്തിനും ന്യായമായ വില കൊടുത്തെടുക്കുന്നതോടുകൂടി അവരെ ഈ രംഗത്ത് നിലനിർത്താനുള്ള ഒരു മുന്നേറ്റം നമുക്ക് ഈ സ്ഥാപനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പാൽ മിൽക്കോയുടെ പ്ലാന്റിൽ എത്തിക്കുന്നത് മുതൽ പാക്കറ്റിലാക്കി വിതരണം ചെയ്യുന്നതുവരെ കർശനമായ ഗുണനിലവാര നിയന്ത്രണ പരിശോധനകൾക്ക് വിധേയമാണ്. വ്യത്യസ്ത ഉൽപാദന യൂണിറ്റുകളിൽ നിന്ന് സംഭരിച്ച പാലിൽ ആദ്യമായി ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ഗുണനിലവാര പരിശോധനയാണ് നടത്തുന്നത്.
അതായത് മണം, നിറം, രുചി മുതലായവ പരിശോധിക്കുന്നു. സ്വീകാര്യമായ പാൽ ശേഖരിച്ച് തണുപ്പിച്ച് ടാങ്കിലേക്ക് വിടുന്നു. സംഭരിച്ച മുഴുവൻ പാലിൽ നിന്നും സാമ്പിൾ എടുത്ത് ലബോറട്ടറിയിൽ വെച്ച് നടത്തുന്ന ഗുണനിലവാര പരിശോധനയാണ് അടുത്ത ഘട്ടം. സംഭരിച്ച പാലിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പിന്റെ അളവ് പരിശോധിക്കുന്നു. പാലിന്റെ സാമ്പിൾ എടുത്ത് അതിൽ സൾഫ്യൂറിക് ആസിഡും അമൈൽ ആൽക്കഹോളും ചേർത്ത് പാലിലെ പ്രോട്ടീൻ ലയിപ്പിച്ച് കൊഴുപ്പ് സ്വതന്ത്രമാക്കിയ ശേഷം സെൻട്രിഫ്യൂജ് ചെയ്ത കൊഴുപ്പിന്റെ അളവ് കൃത്യമായി നിർണ്ണയിക്കുന്ന പരിശോധന FSSAI അഥവാ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി എല്ലാ ദിവസവും ഇവിടെ ആവർത്തിക്കപ്പെടുന്നു. കർശനമായ ഗുണനിലവാര പരിശോധന മിൽക്കോയുടെ ലബോറട്ടറിയിലും വിശദ പരിശോധന ആവശ്യമെങ്കിൽ തിരുവനന്തപുരത്തുള്ള സ്റ്റേറ്റ് ഡയറി ലബോറട്ടറിയിലും നടത്തുന്നു. ഉൽപ്പാദകർക്ക് ന്യായമായ വില നൽകുന്നതിനും അതുപോലെ ഉപഭോക്താക്കൾക്ക് ന്യായമായ ഉൽപ്പന്നം വിപണിയിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാലിനകത്തുള്ള കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ വിപണിയിലെത്തിക്കുന്നതും ഉൽപ്പാദകർക്ക് വില നിർണ്ണയിക്കുന്നതും. അതിൻ്റെ ഭാഗമായിട്ട് കൊഴുപ്പ് നിർണ്ണയിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരു പ്രശസ്ത ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഗർബർ ടെസ്റ്റാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ആശ്രയിക്കുന്നത്. ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിശ്വസനീയമായ ഫലമാണ് ഈ കൊഴുപ്പ് നിർണ്ണയ രീതിയിലുള്ളത്. എന്തെല്ലാം ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ടെങ്കിലും ഗർബർ ടെസ്റ്റിനോളം ശരിയായിട്ടുള്ള ഒരു ടെസ്റ്റ് ഇന്ന് വരെ ഈ രംഗത്തുള്ളവർ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതിൽ വേണ്ട രാസവസ്തുക്കൾ ചേർത്ത് പ്രത്യേക രീതിയിലുള്ള സംവിധാനത്തോടെയാണ് ഫാറ്റ് നിർണ്ണയിക്കുന്നത്. ലാക്ടോമീറ്ററിൻ്റെ സഹായത്തോടെ നമ്മൾ അതിൻ്റെ കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങൾ നിർണ്ണയിച്ച് വില കൊടുക്കുകയും അതേപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുകയും ചെയ്യുന്നു. ഇത്തരം പരിശോധനകൾക്ക് ശേഷം സ്വീകരിക്കപ്പെടുന്ന പാലിന്റെ സംസ്കരണമാണ് തുടർന്ന് നടക്കുന്നത്. ഇവിടെ രോഗാണുക്കളെ പൂർണ്ണമായും മറ്റ് അണുക്കളെ ഭാഗികമായി നശിപ്പിക്കുന്നു. ഇപ്രകാരം ഗുണനിലവാരം ഉറപ്പാക്കിയ പാൽ അതിലടങ്ങിയിരിക്കുന്ന കൊഴുപ്പിന്റെയും കൊഴുപ്പിതര ഖരങ്ങളുടെയും അളവിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത നിറ പാക്കറ്റുകളിൽ നിറച്ച് തണുപ്പ് നഷ്ടപ്പെടാതെ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നു. നിയമപ്രകാരമുള്ള എല്ലാ ഘടകങ്ങളും പാലിലുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള പരിശോധനകൾ അന്തിമ ഉൽപ്പന്നത്തിൽ നടത്തിവരുന്നുമുണ്ട്. പാൽ, തൈര്, നെയ്യ് തുടങ്ങിയവയ്ക്ക് പുറമെ ഐസ്ക്രീം വിപണിയിലേക്ക് മിൽക്കോ കടന്നുവരുന്നത് 2012-ലാണ്. ഐസ്ക്രീം നിർമ്മാണ യൂണിറ്റ് അണുവിമുക്തമായി സൂക്ഷിക്കുവാനുള്ള എല്ലാ മുൻകരുതലുകളും ഇവിടെ ചെയ്തിരിക്കുന്നു. ഐസ്ക്രീം നിർമ്മാണത്തിന്റെ ആദ്യപടി ഐസ്ക്രീം മിക്സ് തയ്യാറാക്കുകയാണ്. %10 കൊഴുപ്പ്, 11% NFS, 15% പഞ്ചസാര, 0.4-0.5% സ്റ്റെബിലൈസർ, പാൽ, പാൽപ്പൊടി, ക്രീം എന്നിവയാണ് പ്രധാന ചേരുവകൾ. പ്രത്യേക മണവും നിറവും നൽകുന്ന ഘടകങ്ങൾ വേറെയും. 80 മുതൽ 85 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ചൂടാക്കിയ ഈ കൂട്ട് ഹോമോജിനൈസ് ചെയ്ത ശേഷം ഏജിംഗ് ടാങ്കിലേക്ക് മാറ്റുന്നു.
തുടർന്ന് 5 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് തണുപ്പിച്ച് 8 മണിക്കൂർ സൂക്ഷിക്കുന്നു. ഐസ്ക്രീം ഫ്രീസറിന്റെ സഹായത്തോടെ ഐസ്ക്രീമാക്കി ഹാർഡനിങ് മുറിയിൽ വെച്ച് കട്ടിയാക്കുന്നു. പല നിറവും സ്വാദുമുള്ള ഐസ്ക്രീമിന്റെ വ്യത്യസ്ത ഇനങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ നിർമ്മിച്ചെടുക്കുന്നത്. അധ്വാനശീലരായ ഒരു പറ്റം തൊഴിലാളികളുടെയും അവർക്ക് അവശ്യ മാർഗനിർദ്ദേശം നൽകുന്ന വിദഗ്ധരുടെയും സേവനം ഈ സംരംഭത്തിന്റെ വിജയത്തിന് കാരണമായി വർത്തിക്കുന്നുണ്ട്. മുപ്പതിലധികം പശുക്കളുള്ള ഫാമും ഒരു ഫെർട്ടിലൈസർ നിർമ്മാണ യൂണിറ്റും മിൽക്കോയുടെ ഭാഗമാണ്. ഞങ്ങളിവിടെ പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു ഓർഗാനിക് മിൽക്ക് പ്രൊഡക്ഷൻ, സേഫ് മിൽക്ക് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഓർഗാനിക് ബയോമിനർ പ്രൊഡക്ഷൻ, ഈ 2 മേഖലകളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മളിപ്പോഴേ കേരളത്തിൽ പാലിൻ്റെ നല്ലൊരു ഭാഗം വരുന്നത് വെളിയിൽ നിന്നാണ്. വെളിയിൽ നിന്ന് വരുന്ന പാലിൻ്റെ ഗുണനിലവാരം പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പാലെന്ന് പറഞ്ഞുകൊണ്ട് പല കൃത്രിമ രാസവസ്തുക്കളും ചേർന്ന പാലാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മുടെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന പാല് കൺസ്യൂമേഴ്സിന് എത്തിക്കാനുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് മിൽക്കോ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതാണ്. അതായത് വെളിയിലൊക്കെ ചെല്ലുമ്പോൾ ഫ്രം ഗ്ലാസ് ടു ദി ഡൈനിങ് ടേബിൾ, അങ്ങനെ ഒരു ഫ്രം ഗ്രാസ് ടു ഗ്ലാസ് എന്നൊരു കോൺസെപ്റ്റാണ്. അതായത് പുല്ലും ജൈവതീറ്റയും കൊടുത്തുണ്ടാക്കുന്ന പാല് നേരിട്ട് കൃഷിക്കാരൻ്റെ ഫാമിൽ നിന്ന് നേരിട്ട് കൺസ്യൂമർ എത്തിക്കാനുള്ള ഒരു കോൺസെപ്റ്റാണത്. അസോള ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭക്ഷണക്രമത്തിലൂടെ പശുക്കളുടെ ആരോഗ്യവും പാലിന്റെ ഗുണമേന്മയും വർദ്ധിച്ചതിന്റെ തെളിവ് നമുക്കിവിടെ കാണാൻ കഴിയും. ചാണകത്തിൽ നിന്ന് പഞ്ചഗവ്യം, സമ്പുഷ്ട ജൈവവളം മുതലായവ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുക വഴി ഒരു പുതു ചുവട് വയ്ക്കുകയും ഒരു പുതുവിപണി കീഴടക്കുകയുമാണ് മിൽക്കോ. വൃക്ഷായുർവേദവും ആധുനിക ശാസ്ത്രവും അനുശാസിക്കുന്ന വിധത്തിലാണ് പഞ്ചഗവ്യത്തിന്റെ നിർമ്മാണം. ചാണകത്തിൽ അടങ്ങിയിരിക്കുന്ന ബിലിറൂബിൻ എന്ന എൻസൈം കൊഴുപ്പിനെ അഥവാ ഫാറ്റി ആസിഡുകളെ സസ്യത്തിന് ആഗിരണം ചെയ്യാനാവും വിധം പ്രദാനം ചെയ്യുകയും തൽഫലമായി സസ്യത്തിന് മെച്ചപ്പെട്ട കീടരോഗ പ്രതിരോധ ശേഷി ലഭിക്കുകയും ചെയ്യുന്നു. പശുവിന്റെ വയറിലുള്ളതിന് സമാനമായ മൈക്രോഫ്ലോറ അഥവാ സൂക്ഷ്മജീവി സഞ്ചയം മണ്ണിൽ സൃഷ്ടിച്ച് സസ്യങ്ങളുടെ ആരോഗ്യവും വളർച്ചയും മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. ഇതിനു പുറമെ ഗോമൂത്രത്തിൽ അടങ്ങിയിരിക്കുന്ന വ്യത്യസ്ത എൻസൈമുകളും പാലിൽ അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിനുകളും മറ്റും ചെടിക്ക് രോഗപ്രതിരോധ ശേഷി നൽകുകയും ഒരു വളർച്ചാ ത്വരകമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഒരു ജൈവ കീടനാശിനിയായും ജൈവ കുമിൾനാശിനിയായും വളർച്ചാ ത്വരകമായും പ്രവർത്തിക്കാൻ പഞ്ചഗവ്യത്തിന് കഴിയും. 0.5 മുതൽ 1% വരെ നേർപ്പിച്ച് വൈകുന്നേരങ്ങളിൽ ഇലകളിൽ തളിക്കാവുന്നതാണ്. വലിയ വൃക്ഷങ്ങൾക്ക് 5% നേർപ്പിച്ച പഞ്ചഗവ്യം നൽകാം. മണ്ണിൽ നൽകുകയോ ഇലകളിൽ സ്പ്രേ ചെയ്യുകയോ ആവാം. ഇവിടെ തയ്യാറാക്കുന്ന പഞ്ചഗവ്യത്തിൽ സൂക്ഷ്മ മൂലകങ്ങൾ കൂടി അടങ്ങിയിരിക്കുന്നതിനാൽ
ഇത് പൂവിടലിനെ സഹായിക്കുന്നതായി പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു. പശുവിൻ പാൽ എല്ലാ മാംസ്യങ്ങളും അടങ്ങിയ ഒരു സമീകൃത ആഹാരമാണ്. കാൽഷ്യത്തിന്റെയും പൊട്ടാഷ്യത്തിന്റെയും വൈറ്റമിൻ ഡിയുടെയും ഒരു സമൃദ്ധമായ സ്രോതസ്സും. മിക്കവാറും എല്ലാ വൈറ്റമിനുകളും ആന്റി ഓക്സിഡന്റുകളും പാലിൽ സുലഭമാണ്. എല്ലിന്റെയും പല്ലിന്റെയും ശക്തിക്കും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിലും തുടങ്ങി കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്കും വികാസത്തിനും അത്യാവശ്യമായ ഒന്നാണ് പാൽ. അധികമായാൽ അമൃതും വിഷമെന്ന പോലെ പാലിന്റെ അമിത ഉപയോഗം ചില ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. എന്നാൽ ആവശ്യമായ അളവിൽ കഴിക്കുന്ന ശുദ്ധമായ പാലിന് നമ്മെ ആരോഗ്യമുള്ളവരാക്കി നിലനിർത്താൻ കഴിയുമെന്ന് നിസ്സംശയം പറയാം. ഉപഭോഗത്തിന്റെ 70% ഉൽപാദനം കേരളത്തിൽ നടക്കുന്ന ഒരു ഉൽപ്പന്നമാണ് പാൽ. അതിനാൽ തന്നെ ക്ഷീരോത്പാദകർക്ക് ഉൽപ്പന്നം ന്യായമായ വിലയിൽ വിറ്റഴിക്കാനും ഉപഭോക്താവിന് വിശ്വസ്തമായ ഉൽപ്പന്നം വാങ്ങുവാനും ഒരു മാർഗം തുറന്നു തരികയാണ് മിൽക്കോയും അതുപോലുള്ള സംരംഭങ്ങളും. കേരളത്തിന്റെ ക്ഷീരമേഖല സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഒരുങ്ങുന്നതിന്റെ തെളിവാണ് മിൽക്കോയുടെ വിജയം. यूरिया का स्वदेशी उत्पादन 17 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമ്മിശ്ര കൃഷിക്കും പശു, ആട് എന്നിവ വളർത്തുന്നതിനും ധനസഹായം. സംസ്ഥാനത്തെ 14 ജില്ലകളും വരൾച്ചാ ബാധിതമായി പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് വിവിധ കാർഷിക വികസന പദ്ധതികളിലൂടെ കർഷകർക്ക് സബ്സിഡി അനുവദിക്കുന്നു. ഹോർട്ടിക്കൾച്ചറൽ വിള അധിഷ്ഠിത പദ്ധതി പ്രകാരം ഹെക്ടറിന് 25,000 രൂപയും ധാന്യവിള അധിഷ്ഠിത കൃഷികൾക്ക് 10,000 രൂപയും നൽകും. പശുക്കളും കൃഷിയും ഒന്നിച്ചുള്ള സമ്മിശ്ര കൃഷിക്ക് ഹെക്ടറിന് 40,000 രൂപയാണ് ധനസഹായം അനുവദിക്കുക. കോഴി വളർത്തൽ, ആട് വളർത്തൽ ഒപ്പം സമ്മിശ്ര കൃഷിയും യൂണിറ്റിന് 25,000 രൂപ നൽകും. കാർഷിക ധനസഹായ പദ്ധതികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ ആടുവളർത്തൽ സംരംഭങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ ആരംഭിക്കുന്നതിന് താൽപര്യമുള്ള സംരംഭകർക്ക് മൃഗസംരക്ഷണ വകുപ്പിന്റെ റാന്നി റീജിയണൽ AI സെന്ററിൽ പരിശീലനം നൽകുന്നു. ഈ മാസം 21 തീയതി മുതൽ 24 തീയതി വരെയാണ് പരിശീലനം. പത്തനംതിട്ട ജില്ലയിലെ കർഷകർ അതാത് മൃഗാശുപത്രികളിൽ ലഭ്യമായ അപേക്ഷകൾ വാങ്ങി പൂരിപ്പിച്ച് വെറ്ററിനറി സർജന് നൽകേണ്ടതാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്ക് മാത്രമേ പരിശീലനത്തിൽ പങ്കെടുക്കാൻ സാധിക്കൂ.
സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ശുപാർശ പ്രകാരം സംസ്ഥാനത്തെ 14 ജില്ലകളും വരൾച്ചാ ബാധിതമായി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവായി. തെക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്കൻ മൺസൂൺ ലഭ്യതയുടെ കുറവ്, ഭൂഗർഭ ജലത്തിന്റെ അവസ്ഥ, വരൾച്ചയുടെ ലഭ്യമായ മറ്റു സൂചനകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വരൾച്ചാ ബാധിത പ്രഖ്യാപനം. റബ്ബർ തോട്ടങ്ങളിൽ നിന്ന് അധിക വരുമാനം നേടാൻ റബ്ബർ ബോർഡ് ശുപാർശ ചെയ്യുന്ന പ്രധാന മാർഗ്ഗങ്ങളിലൊന്നാണ് തേനീച്ച വളർത്തൽ. കേരളത്തിലെ തേനിന്റെ പ്രധാന സ്രോതസ് റബ്ബർ മരങ്ങളാണ്. റബ്ബർ തോട്ടങ്ങളിലെ തേനീച്ച വളർത്തലിന്റെ സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയാൽ തേനീച്ച വളർത്തലിലൂടെ കർഷകർക്ക് അധിക വരുമാനം നേടാനാകും. റബ്ബർ തോട്ടങ്ങളിലെ തേനീച്ച വളർത്തലിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ കോൾ സെന്ററുമായി ബന്ധപ്പെടാവുന്നതാണ്. കോൾ സെന്റർ നമ്പർ 0481 257 6622. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0481 257 6622. സംസ്ഥാനത്തെ എല്ലാ കറവ പശുക്കളെയും സമഗ്ര കന്നുകാലി ഇൻഷുറൻസിന് കീഴിൽ കൊണ്ടുവരുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഇതിനായി കന്നുകാലികളെ ഇൻഷുർ ചെയ്യുന്നതിന് വേണ്ടിവരുന്ന പ്രീമിയം തുകയുടെ 25% കേന്ദ്ര സർക്കാരും 25% സംസ്ഥാന സർക്കാരും 25% തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ബാക്കി 25% ഗുണഭോക്താക്കളും വഹിക്കും. റബ്ബറിന്റെയും റബ്ബർ ഉൽപ്പന്നങ്ങളുടെയും പരിശോധന, ഗുണനിലവാര നിയന്ത്രണം എന്നിവയിൽ പ്രത്യേക പരിശീലനം ഈ മാസം 21 തീയതി മുതൽ 25 തീയതി വരെ കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്നു. പരിശീലനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0481 235 3325. നമ്പർ ഒരിക്കൽ കൂടി 0481 235 3325. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 9,900 രൂപ, കോഴിക്കോട് 10,700 രൂപ, തൃശൂർ 10,000 രൂപ. കൊപ്ര കൊച്ചി 6,685 രൂപ, കോഴിക്കോട് 6,800 രൂപ, തൃശൂർ 6,780 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 65,200 രൂപ, കുരുമുളക് ഗാർബിൾഡ് 68,200 രൂപ. ചുക്ക് മീഡിയം 12,500 രൂപ, ചുക്ക് ബെസ്റ്റ് 14,000 രൂപ. മഞ്ഞൾ സേലം 9,400 രൂപ, ഈറോഡ് 9,600 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,200 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,300 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 9,900 രൂപ, കൊപ്ര 6,685 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,300 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 65,200 രൂപ, കുരുമുളക് ഗാർബിൾഡ് 68,200 രൂപ. ചുക്ക് മീഡിയം 12,500 രൂപ, ചുക്ക് ബെസ്റ്റ് 14,000 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 18,000-നും 19,000-നും മധ്യേ. ജാതിക്കത്തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 220-നും മധ്യേ. ജാതിക്കത്തൊണ്ടില്ലാത്തത് 400-നും 425-നും മധ്യേ. ജാതിപത്രി 600-നും 850-നും മധ്യേ. ഗ്രാമ്പു 750 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,200 രൂപ. ഒട്ടുപാൽ 8,200 രൂപ, ലാറ്റക്സ് 7,500 രൂപ. കമ്പോള അവലോകനം. നാളികേര കർഷകർ വിപണികളിലേക്കുള്ള കൊപ്ര നീക്കം കുറച്ചത് ഓയിൽ മില്ലുകളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് വ്യവസായികൾ. തമിഴ്നാട്ടിൽ നിന്നുള്ള വെളിച്ചെണ്ണ വരവ് പകുതിയായി ചുരുങ്ങിയത് നാളികേരോൽപ്പന്നങ്ങളുടെ വില ഉയർത്തി. കൊച്ചി, കോഴിക്കോട്, തൃശൂർ മാർക്കറ്റുകളിൽ എണ്ണവില ഉയർന്നു. സാമ്പത്തിക ഞെരുക്കം എന്ന പേരിൽ ടയർ വ്യവസായികൾ റബ്ബർ സംഭരണം കുറച്ചത് വിപണിയുടെ മുന്നേറ്റത്തിന് തടസ്സമായി. ഷീറ്റിന്റെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ വാങ്ങലുകാർ നടത്തിയ നീക്കം റബ്ബർ അവധി നിരക്കുകളെയും ബാധിച്ചു. ഉൽപാദകർ റബ്ബർ നീക്കത്തിൽ വരുത്തിയ നിയന്ത്രണം തുടരുന്നു. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആവശ്യക്കാരുടെ അഭാവം മൂലം കുരുമുളക് വിപണി അല്പം പ്രതിസന്ധിയിലാണ്. ഉൽപാദന മേഖലകളിൽ നിന്നുള്ള ചരക്ക് വരവും കുറഞ്ഞു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.1 26, കൊച്ചി 32.4 25.4, ആലപ്പുഴ 35.2 24.7, പുനലൂർ 33.6 22.2, തിരുവനന്തപുരം 34.8 24.7 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.